ഗുഡ് മോർണിംഗ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് പോവാം. ഇന്ന് നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഏരിയ ഉണ്ട്, 25,240. ഇന്നലെ ഹയർ ബാൻഡായിട്ട് ഉണ്ടായിരുന്ന 25,240 നമ്മൾ ഹിറ്റ് ചെയ്യുകയും താഴെ സപ്പോർട്ട് എന്താണ് 25,000 എന്നുള്ള റേഞ്ചിൽ നിന്ന് 25,240 എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. ഈ ഒരു റെസിസ്റ്റൻസ് ഞാൻ മറ്റു പല എക്സ്പേർട്സിൻ്റെ വീഡിയോയിലും ഞാനിപ്പോൾ കേൾക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് ഇതേ ലെവൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലെവൽ നമ്മൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിലൊരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് നമ്മൾ മാർക്കറ്റിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഒരു ചെറിയൊരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ആ റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അവിടെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യലുള്ള ട്രേഡ് വരാൻ സാധ്യതയുള്ളൂ. എങ്കിൽ അടുത്ത് 25,500 വരെ അടുത്തൊരു മൂവ്മെൻറ്റ് അവിടെ കിടപ്പുണ്ട്. സോ ആ ഒരു സിറ്റുവേഷനിലാണ് മാർക്കറ്റ് വെയിറ്റ് ചെയ്യുന്നത്. സോ ഇത് മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ അനാലിസിസാണ്. അപ്പോൾ അടുത്ത് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സായിട്ടുള്ള കുറച്ച് ന്യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, US ചൈന അഗ്രിമെൻറ്റ് ഒരുവിധം ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥയിൽ നിൽപ്പുണ്ട്. അതുപോലെ ഇലോൺ മസ്കും ട്രംപും ഇടഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, അതൊന്ന് മയപ്പെട്ട് വരുന്നുണ്ട്. സോ അതും അവിടെ നിൽപ്പുണ്ട്. അതുപോലെ ഗിഫ്റ്റ് നിഫ്റ്റി ചെറിയൊരു പോസിറ്റീവ് സെറ്റപ്പിലാണ് നിൽക്കുന്നത്. നമ്മുടെ ലെവലിൽ നിന്ന് കുറച്ച് മേളിലാണ് അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 25,250 റേഞ്ചിലാണ് ഇപ്പോൾ ഞാൻ കാണുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ആ 250 റേഞ്ചിൽ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ 25,140 നമ്മൾ നിന്നത്. ഓൾമോസ്റ്റ് 200 അടുത്തായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ എങ്ങോട്ട് മൂവ് ചെയ്യും എന്നുള്ളൊരു അസംഷൻ ആലോചിച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒട്ടുമുക്കാൽ എല്ലാ യൂറോപ്യൻ മാർക്കറ്റ്സിനകത്തും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതായിട്ട് കാണുന്നുണ്ട്. ബിറ്റ് കോയിനിലാണെങ്കിലുണ്ട്, US മാർക്കറ്റിൽ, നാസ്ഡാക്കിൽ, ഡൗ ജോൺസിൽ, S&P 500 പോസിറ്റീവ് ആ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു സെറ്റപ്പ് അവിടെ കാണുന്നുണ്ട്. പോസിറ്റിവിറ്റി അവിടെ മിസ്സായിട്ടുണ്ട്. ആ പോസിറ്റിവിറ്റി മിസ്സാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലി ഇൻഡിസിഷൻ ക്യാൻഡിൽസ് ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ആ ഇൻഡിസിഷൻ ക്യാൻഡിൽ നമ്മുടെ മാർക്കറ്റിൽ കഴിഞ്ഞ 4 ദിവസമായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയാറുണ്ടല്ലേ, മാർക്കറ്റ് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റാണ് ഒരു ലീഡിങ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. US മാർക്കറ്റിനാണെങ്കിൽ മറ്റ് മാർക്കറ്റുകളെക്കാളും പണ്ട് മദർ മാർക്കറ്റ് എന്ന് പറയുന്നത് നാസ്ഡാക്കാണ് ലീഡിങ് മാർക്കറ്റ് ആയിരുന്നെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റാണ് ലീഡിങ് മാർക്കറ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആദ്യമേ തന്നെ. അത് പല സിറ്റുവേഷനിലാണെങ്കിലും, അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നില്ല, കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളായിട്ട് ഈ ട്രംപിൻ്റെ ഇഷ്യൂസ് ഉൾപ്പെടെ അതിന് മുന്നത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് എനിക്ക് കംപ്ലീറ്റ്ലി ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. നമ്മളെപ്പോഴും ലീഡിങ്ങിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് വ്യക്തമായിട്ട് ഒരുപാട് ഡേറ്റാസ് ഉണ്ട്. ഞാൻ വരും ദിവസങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഞാൻ അവിടെ വന്നത്. ഓക്കെ, അപ്പോൾ ലീഡിങ് മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അടുത്ത് മാർക്കറ്റ് നമ്മൾ പോസിറ്റീവിലാണ്, സ്ലൈറ്റ്ലി ഫ്ലാറ്റ് ടു പോസിറ്റീവ് ഒരു ബയസിലാണ് നിൽക്കുന്നതെങ്കിലും നമുക്കും പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്ന 25,240 മേളിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ മേളിലേക്ക് റാലി ചെയ്യാനും ഉള്ള സാധ്യതയുണ്ട്. സോ ഗ്ലോബൽ മാർക്കറ്റിനെ പിൻപറ്റിക്കൊണ്ട് മാർക്കറ്റ് താഴേക്കാണ്. ഇന്നലെ FI സെല്ലറായിരുന്നു. അപ്പോൾ ഇന്നും അവർ സെല്ല് ചെയ്യുകയാണെങ്കിൽ, റീറ്റെയിലർ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് വീണ്ടും സപ്പോർട്ടിലേക്ക് വന്നേക്കാം, 25,000 വന്നേക്കാം. ഇല്ല, അവിടെ ഒരു ബയ്യർ നമ്മുടെ FIയുടെ കയ്യിൽ, DAയുടെ കയ്യിൽ, അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററി ട്രേഡറിൻ്റെ കയ്യിൽ അത്യാവശ്യം സിപ്പിൻ്റെ അത്യാവശ്യം കാശുണ്ട്. സോ അവർ പെട്ടെന്ന് മാർക്കറ്റിലേക്ക് പമ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 25,240 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,500 റേഞ്ചിലേക്ക് നമുക്ക് ഫ്രീ ഫ്ലോ അവിടെ കിടപ്പുണ്ട്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് എൻ്റെ മനസ്സിനകത്തുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ആ ക്യാൻഡിലുകൾ കൺസോൾഡേറ്റ് ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിനകത്ത് അങ്ങനെ ഒരു ട്രേഡാണ് നിൽക്കുന്നത്. സോ ഇത് നമ്മൾ ഇന്നലെയും പറഞ്ഞാണ്, കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് പറയുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ 25,000 അടുത്ത് ഒരു 25,40 എന്നുള്ളൊരു ലെവലും മേളിലേക്ക് 25,240 എന്നുള്ളൊരു ലെവലും വരച്ചിട്ടുണ്ട്. അതിനുള്ളിൽ മാർക്കറ്റ് ഇൻഡിസിഷനാണല്ലേ, അങ്ങനെ തന്നെ നിൽക്കട്ടെ. നല്ലൊരു ട്രേഡ് വരുമ്പോൾ നല്ല ട്രേഡേഴ്സ് എൻട്രി എടുത്താൽ മതി മാർക്കറ്റിൽ. അല്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കേണ്ട സിറ്റുവേഷൻ വരാം. ഈ സമയത്തൊക്കെ നമ്മുടെ പല ലാർജ് ക്യാപ് സ്റ്റോക്സും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇൻഡെക്സ് പെർഫോം ചെയ്തില്ല എന്ന് വച്ചിട്ട് സ്റ്റോക്ക് പെർഫോം ചെയ്യണം
ചെയ്യാതിരിക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ഇൻഫി പെർഫോം ചെയ്തു, നല്ല ഇൻഡിജൻ പോലത്തെ കുറച്ച് സ്റ്റോക്സ് പെർഫോം ചെയ്തു. പ്രീമിയർ എനർജീസ് ഇന്നലെ പെർഫോം ചെയ്തു. ഇല്ല, ഇന്നലെ പ്രീമിയർ എനർജീസ് നെഗറ്റീവിൽ പോയി. കുറച്ച് സ്റ്റോക്സ് ഇന്നലെ പെർഫോം ചെയ്ത നല്ല സ്റ്റോക്സ് ഉണ്ട്. IT സെക്ടർ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തു. ബാക്കി ബാങ്കിങ് സെക്ടറൊന്നും അങ്ങനെ മൂവ് ചെയ്തില്ല. മാർക്കറ്റിലൊരു നല്ലൊരു സെൻറ്റിമെൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു പോസിറ്റിവിറ്റിക്ക് സാധ്യത കാണിക്കുന്നുണ്ട്. സോ അതിന് ശേഷം നമുക്ക് നോക്കാം. റിലയൻസൊക്കെ ഇന്നലെ പറഞ്ഞ അതേ ലെവലാണല്ലേ, 1448 ഇന്നലെയും പറഞ്ഞത്, ഇന്നും അതേ ലെവലിൽ തന്നെയാണ്. അതായത് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. എന്നിട്ട് മാർക്കറ്റിലെ തിരിച്ച് പഴയ രീതിക്ക് എത്തിക്കാൻ അവർ ട്രൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ തന്നെയാണ് ഈ ഹെവി വെയ്റ്റ് സ്റ്റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന സ്റ്റോക്സ് ഇത് തന്നെയാണ് എന്നുള്ളത് നിസ്സംശയം പറയാം. ഇവിടെ ഇൻഫോസിസ് എന്നുള്ള നമ്മൾ പറഞ്ഞ ലെവലിൽ ഇൻട്രാഡേ ടാർഗറ്റ് 2, 3 ഒക്കെ ഹിറ്റ് ചെയ്തു. എന്നാൽ നമ്മുടെ ക്യാൻഡിലുകൾ വലുതായിട്ട് മൂവ് ചെയ്യുന്നില്ല. സോ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പഠിക്കുക, മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമ്മൾ നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. സോ ലോങ് ടേമിലത്തേക്ക് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്ന സ്വിംഗ് ട്രേഡിങ്ങിലേക്ക് ഹോൾഡ് ചെയ്തിരിക്കുന്ന എല്ലാ സ്റ്റോക്സും നമുക്ക് ഹോൾഡ് ചെയ്യാം, അൺലെസ് ആ സ്റ്റോക്കിനകത്ത് പർട്ടിക്കുലറായിട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് വരുന്നത് വരെ. സോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഫ്ലാറ്റാണ്. എപ്പോഴാണോ മാർക്കറ്റ് കയറുന്നത്, ഇന്ന് ജൂൺ 9 ഓക്കെ, ആ ഡേറ്റ് ഇപ്പോൾ വരുന്നില്ല, വരും ദിവസങ്ങളിൽ ഞാൻ പറയാം. ജൂലൈ 9 കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ താരിഫ് എഗ്രിമെൻറ്റ് പല കമ്പനീസും പല രാജ്യങ്ങളും അമേരിക്കയോട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ഉള്ള ഇനിഷ്യേറ്റീവായിട്ട് അമേരിക്ക അതിൻ്റെ പുറകെ പോകുന്നുണ്ട്. സോ അത് വരും ദിവസങ്ങളിൽ ഹൈലൈറ്റ് ചെയ്യും. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയും ചൈനയൊന്നും അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല. സോ നമ്മളെ കാര്യമായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നില്ല. എങ്കിലും വരും ദിവസങ്ങളിൽ അതിലെന്തെങ്കിലും ചേഞ്ച് വരുവാണെങ്കിൽ ഞാനവിടെ പറയാം. അപ്പോൾ ഗുഡ് ടു ഗോ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്സൊക്കെ. എന്നാലും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നത് വരെ, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നവരെ, ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നവരെ ഞാൻ എൻ്റെ ഫണ്ടിൻ്റെ 33% വെയിറ്റിങ്ങിലാണ്. നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു. 33% ഓൾറെഡി ഇൻവെസ്റ്റഡ് ആണ്. എപ്പോഴും ഈ ഒരു ബ്രേക്ക് ഔട്ടിൻ്റെ അടുത്ത് എവിടെയോ ഞാൻ വീണ്ടും ഒരു 33% ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫുൾ ക്യാപിറ്റലിൻ്റെ പൊസിഷൻ കയ്യിലുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പ്രൊഫഷണലി ഒരാൾ ട്രേഡ് ചെയ്യുമ്പോൾ ഫുൾ ക്യാപിറ്റൽ ട്രേഡ് ചെയ്യുമോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഇല്ല. ഒരു ബാക്കപ്പ് ക്യാപിറ്റൽ ഉണ്ടാവും നമ്മുടെ കയ്യിൽ. ഫോർ എക്സാമ്പിൾ ഒരു 6 lakhs ആണ് നമ്മുടെ ക്യാപിറ്റലെങ്കിൽ, നമ്മളെപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് നിർത്തിയിരിക്കുന്ന ഫണ്ട് ഒരു 4 lakhs ആയിരിക്കും. ബാക്കിയുള്ള 2 lakhs നമ്മൾ ബാക്കപ്പ് ക്യാപിറ്റൽ വെച്ചിരിക്കും. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ ക്യാപിറ്റൽ വി ആർ ഡിപ്ലോയിങ് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെക്കുറിച്ച് വേറെ തന്നെ ഒരു സ്റ്റോറി പറയാനുണ്ട്. സോ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. 8 മിനിറ്റോളം ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ അടുത്തിനി ട്രേഡിൽ നമുക്ക് ഇനി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇൻഫോസിസ്, IT സെക്ടറിലെ സ്റ്റോക്സ് ഇന്ന് ഫോക്കസ് ചെയ്യാം. ബാങ്കിങ് സെക്ടർ, ഈ റിലയൻസൊക്കെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ഫോക്കസ് ചെയ്യാം. 1460 മേളിൽ മൂവ് ഉണ്ട്. ഇവിടെ 1660 മേളിൽ മൂവ് ഉണ്ട്. സോ നമുക്ക് നോക്കാം. SBI വന്നിട്ടില്ല. ഇന്നലെ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി എൻട്രി എടുത്തു. ഒരു 816 റേഞ്ചിൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. പെർഫോം ആവാൻ സമയം ആയിട്ടില്ല. 820 മേളിൽ ക്ലോസിങ് കിട്ടണം എന്നുള്ളത് കൊണ്ട് ബാക്കി ക്വാണ്ടിറ്റി അതിന് മേളിലെടുക്കാം. അപ്പോഴേക്കും ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അപ്പോൾ അവിടെ ആയിരിക്കും ഫണ്ട് അടുത്ത് അലോക്കേറ്റ് ചെയ്യാനൊക്കെ താല്പര്യപ്പെടുക. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിലെ ഇൻട്രാഡേ സ്റ്റോക്സ് ഞാൻ അത്യാവശ്യം ഗ്രൂപ്പിനകത്ത് ഇട്ടിരിക്കാം. സ്വിംഗ് സെക്ടർ ഞാൻ ഇതിന് മേളിലായിരിക്കും ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുക. ഞാൻ നിന്നിട്ട് മാർക്കറ്റ് നല്ലൊരു ട്രേഡ് വരുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. ഇവിടെ കുറച്ച് സ്റ്റോക്സ് അവിടെ ഉണ്ടായിരുന്നു. മണപ്പുറം പോലുള്ള നല്ല മൂവ്മെൻറ്റ് തന്നു. ഓൾമോസ്റ്റ് 22% ആണ് മാർക്കറ്റിൽ ഒരു 2-3 ദിവസം കൊണ്ട് മണപ്പുറം റിട്ടേൺ തന്നത്. അടുത്ത് കുറച്ചധികം സ്റ്റോക്സ് അടുത്തിന് ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഞാൻ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. ഞാൻ ഷെയർ ചെയ്യുന്ന എല്ലാ ഐഡിയാസും അത് വെറും എൻ്റെ ഐഡിയാസ് മാത്രമാണ്. ഞാനൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ചെയ്യുന്നില്ല. നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഞാൻ ഈ പറയുന്ന സ്റ്റോക്സ് നിങ്ങൾക്കെടുത്ത് വയ്ക്കാം. ഫണ്ടമെൻ്റലി ഗുഡായിട്ടുള്ള സ്റ്റോക്കാണ്, നല്ല പെർഫോമൻസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. നിങ്ങൾ മാത്രം നിങ്ങളുടെ അനാലിസിസ് ചെയ്ത് നിങ്ങൾക്കതിൽ താല്പര്യമുണ്ടെങ്കിൽ, ആ കമ്പനിയുടെ ഫിനാൻഷ്യൽസിലും ആ കമ്പനിയുടെ ഫണ്ടമെൻറ്റ്സിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രം അതിനകത്ത് നിങ്ങൾക്ക് ഗുഡെന്ന് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതിനെ എൻട്രിയോ എക്സിറ്റോ ഒക്കെ നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.
ട്രേഡ് സേഫ്. നല്ലൊരു ബ്രേക്കൗട്ടിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഇന്ന് എക്സ്പയറി ആണ് നിഫ്റ്റിയുടെ. സോ ചിലപ്പോൾ ഇതിനകത്ത് തന്നെ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ വരാം, ഇല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് ഡേ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. മോസ്റ്റ്ലി മേളിലേക്ക് വരാനുള്ള ഒരു സിറ്റുവേഷൻ വന്നേക്കാം. അത് മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യട്ടെ. HDFC അത്ര ഗുഡായിട്ടല്ല ADRൽ നിൽക്കുന്നത്. സോ HDFC ബാങ്ക് കയറുന്നുണ്ടോ എന്ന് നോക്കുക. മൊത്തത്തിലുള്ള സ്ട്രക്ചർ കയറുന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡിംഗ് സിറ്റുവേഷനിലേക്ക് പോവുക. അപ്പോൾ ട്രേഡ് സേഫ്, ടേക്ക് കെയർ.